അനേക ജന്മ സംപ്രാപ്ത കർമ്മ ബന്ധവിദാഹിനേ ആത്മജ്ഞാന പ്രദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശു നാശകം നമാമി തം വിനായകം. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വൻ ഊതിഭിः സീദസാദനം. ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനിം ദുർവാദളശ്യാമളാം ചന്ദ്രാർദ്ധോജ്വലശേഖരാം ത്രിനയനാം ആപീതവാസോവസാം ചക്രം ശംഖമിഷും ധനുശ്ച ദദധിം കോദണ്ഡബാണാം ശയോർമുദ്രേ വാഭയകാമതേ സഗടിബന്ധാഭീഷ്ടതാം വാനയോ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വിനീത നമസ്കാരം. മഹാപത്മാടവീ സംസ്ഥ കദംബ വനവാസിനി സുധാ സാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി എന്ന ഈ ശ്ലോകത്തിലെ രണ്ടാമത്തെ നാമം എന്ന് പറയുമ്പോൾ കദംബ വനവാസിനി എന്ന നാമത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് ലളിതാ സഹസ്രനാമത്തില് 60ാമത്തെ നാമമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ നാമത്തിന്റെ സാമാന്യ അർത്ഥത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കദംബ വനത്തില് സ്ഥിതി ചെയ്യുന്നവൾ, കദംബ വനവാസിനി, കദംബ വനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന്. 56ാമത്തെ നാമമായ ശ്രീമൻ നഗരനായിക എന്ന നാമത്തിന്റെ വ്യാഖ്യാനത്തില് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സൗന്ദര്യ ലഹരി ശ്ലോകം, അത് 8ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സുധാ സിന്ധോർ മധ്യേ സുരവിടപി വാടീ പരിവൃത്തെ മണിദ്വീപേ നീപോപവനവതി ചിന്താമണി ഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാഹ കതിജന ചിദാനന്ദ ലഹരിം എന്നാണ്. ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കേട്ടാൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട്, ഈ നാമത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ, ഈ നാമത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ആ നാമത്തിൽ വ്യാഖ്യാനിച്ച കാര്യങ്ങളൊക്കെ ഈ ശ്ലോകത്തില് പ്രതിപാദിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. അപ്പോ ഇവിടെ എന്താണ്? കദംബ വനവാസിനി എന്നാണ് നാമത്തിന്റെ പേര്. കദംബ വനത്തില് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അതിന് സാമാന്യേനയുള്ള അർത്ഥം. അപ്പൊ നമുക്ക് ആ ശ്ലോകത്തെ കുറിച്ചൊന്ന് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആലോചിച്ചു നോക്കൂ. സുധാ സിന്ധോർ മധ്യേ സുര വിടപി വാടീ പരിവൃത്തെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? സുധാ സിന്ധോർ മധ്യ എന്ന് പറഞ്ഞാൽ സുധാ സിന്ധുവിന്റെ എന്ന് പറയുമ്പോൾ അമൃതക്കടലാണ്. ശ്ലോകത്തിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ
ഞാൻ ഈ പറഞ്ഞ 3-4 നാമങ്ങളുടെ അർത്ഥവും കൂടി നിങ്ങൾക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നാമം കദംബ വനവാസിനി എന്നാണെങ്കിലും ഈ ശ്ലോകം ഒന്ന് വ്യക്തമായിട്ട് അതിന്റെ അർത്ഥവ്യാഖ്യാനങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. സുധാസിന്ധോർ മധ്യേ എന്ന് പറയുമ്പോൾ സുധാസിന്ധുവിന്റെ മധ്യത്തില് എന്ന് പറയുക, സുധാസിന്ധു എന്ന് പറയുമ്പോൾ ഇവിടെ അമൃതക്കടലാണ്. ആ അമൃതക്കടലിന്റെ മധ്യത്തിലാണ് ഭഗവതി സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കൂ. സുര വിടപിവാടി പരിവൃത എന്നാണ്. സുര വിടപി എന്ന് പറയുമ്പോൾ കൽപ്പവൃക്ഷങ്ങള് നിറഞ്ഞിട്ടുള്ള, വിടപി എന്ന് പറഞ്ഞ വൃക്ഷം, സുരന്മാർ പറഞ്ഞ ദേവന്മാര്. അപ്പോ ദേവലോകത്തുള്ള വൃക്ഷമാണ് കൽപ്പവൃക്ഷം. ആ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവനം, ആ പൂന്തോട്ടത്തിന്റെ പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള മണിദ്വീപത്തില്, ഒരു ദ്വീപില് നീപ ഉപവനവതി എന്നാണ്. നീപവൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാമം പറയുന്ന കദംബ വൃക്ഷം തന്നെയാണ്. അപ്പോ ആ നീപോപവനവതി എന്ന നീപവൃക്ഷങ്ങളുള്ള ഉപവനത്തോടു കൂടിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നീപവൃക്ഷം എന്ന് പറഞ്ഞ കദംബ വൃക്ഷമാണ്. അപ്പൊ കദംബ വനവാസിനി എന്നാണല്ലോ നാമം. ആ കദംബ വൃക്ഷം, ആ വൃക്ഷങ്ങളാലുള്ള ആ വനത്തില് അതിന്റെ മധ്യത്തിലാണ് ചിന്താമണി ഗൃഹേ. നമ്മൾ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നുള്ള നാമത്തെക്കുറിച്ച് പഠിച്ചതാണ്. ഭഗവതിയുടെ ഗൃഹം, വീട് വളരെ വിശിഷ്ടമായിട്ടുള്ള രക്തമായ ചിന്താമണി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഇവിടെ നീപോപനവതി എന്ന് പറഞ്ഞാല് നീപവൃക്ഷങ്ങള്, കദംബവൃക്ഷങ്ങൾക്ക് മധ്യത്തിലായിട്ടുള്ള ആ ചിന്താമണി ഗൃഹത്തില് ശിവാകാരേ മഞ്ചേ അല്ലെ, നമ്മൾ പഠിച്ചു അല്ലെ, പഞ്ചബ്രഹ്മാസനസ്ഥിത എന്നുള്ള നാമത്തില്. അപ്പൊ ചിന്തിക്കൂ, അതായത് ശിവാകാരേ മഞ്ച്, ശിവ സ്വരൂപമായിട്ടുള്ള മഞ്ചത്തില് ആ ഭഗവതിയുടെ ആ പീഠത്തിന്റെ മുകളിലായിട്ട് സദാശിവൻ അതിൻ്റെ കിടക്ക ആയിട്ടാണ് വർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ആ മഞ്ചത്തിന് തന്നെ ശിവന്റെ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ശിവാകാരേ മഞ്ചേ, ശിവസ്വരൂപമായിട്ടുള്ള മഞ്ചത്തില് പരമശിവ പര്യങ്ക നില, പരമശിവന്റെ സദാശിവൻ അതിന്റെ പര്യങ്കയായിട്ട്, പര്യങ്ക എന്ന് പറഞ്ഞാൽ മെത്ത, കിടക്ക എന്നൊക്കെ പറയാം. ആ അതില് ചിദാനന്ദലഹരിയും എന്നാണ്, ചിദാനന്ദലഹരിയായിരിക്കുന്ന, എപ്പോഴും ആനന്ദം പ്രദാനം ചെയ്യുന്ന ഭാവത്തിലുള്ള ആ ലളിത ത്രിപുര സുന്ദരിയെ, ആ ഭഗവതിയെ, നിന്നെ എന്താണ് കതിജന, ഏതാനും ചില ഭക്തന്മാർ, എല്ലാവർക്കും സാധ്യമാവില്ല ഭഗവതിയെ ഭക്തിയോടുകൂടി, ഭയത്തോടുകൂടി, ആത്മസമർപ്പണത്തോടുകൂടി ഭജിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി ഭജിക്കുന്നവർക്ക്, ധന്യാഹ, ധന്യന്മാര് ഈ രൂപത്തിൽ ഭഗവതിയെ ഭജിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികള് പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്ന കദംബ വനവാസിനി എന്ന നാമത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ കദംബ വനവാസിനി, കദംബവനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ആ നാമത്തിന് അർത്ഥം. അപ്പോ വളരെ ഭക്തി ശ്രദ്ധയോടുകൂടി ഭഗവതി ലളിതാ ത്രിപുര സുന്ദരിയുടെ ഈ നാമത്തെ ശ്രവിച്ച് എല്ലാ അനുഗ്രഹാശിസ്സുകളും നേടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.